ഹലോ ഗൈസ്, എല്ലാവർക്കും ദാസായിട്ടിന്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇവിടെ അടുത്തുള്ള എക്സ്പീരിയ മാളിലേക്ക് പോവാണ്. ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാൻ. വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, പക്ഷെ വണ്ടി എടുത്തിട്ട് പോവുക. അത് പറഞ്ഞ 2 ദിവസമായിട്ട് മഴ കുറവാ. ഇന്നും ഒരു വെയിലെല്ലാം കാണുന്നുണ്ട്. സൺഡേ ആണ്. മോളിന്റെ ബാക്ക് സൈഡ് നമുക്ക് ലെഫ്റ്റിലേക്ക് പോവാം. 2 സൈഡിലും 9 എണ്ണം കാലി ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റിൽ പോയി നോക്കാം കാലി ഉണ്ടാവുമെന്ന്. ഞാൻ കുറച്ച് ഡ്രസ്സെല്ലാം ഒന്ന് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാ. നമ്മളൊന്ന് ഊട്ടിയിലെല്ലാം പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ്, ഞാനും എൻ്റെ ഫ്രണ്ട്സും മാത്രം, നമ്മൾ കൂടെ പഠിച്ച ആൾക്കാർ, അതെല്ലാം നോക്കിയിട്ട് വന്നതാന്ന്. കിട്ടുമെന്നറിയില്ല. ഈ ട്രെയിനെല്ലാം കാണുമ്പോൾ പണ്ട് കണ്ണൻ്റെ ചെറുപ്പകാലം ഓർമ്മയായിരുന്നു. ആ ചെറുപ്പത്തിൽ ഓനെല്ലാം ഹാംലീസ് ആയാലും ട്രെയിൻ ആയാലും കുട്ടികളെ ഗിഫ്റ്റ് ഉണ്ട്. ഇപ്പം കണ്ണനെല്ലാം വലുതായത് കൊണ്ട് ഇതിന്റെ അകത്തൊന്നും കേരളവും ഇല്ല, കാണലും ഇല്ല, നോക്കലും ഇല്ല, ഒന്നുമില്ല. ഹാംലീസില് ഞാൻ കയറിയില്ല. ഞാൻ പിന്നെ ഫ്രണ്ട്സിന്റെ കുട്ടിയൊക്കെ വന്നു കഴിഞ്ഞാല് വാങ്ങിക്കാൻ കയറലുണ്ട്. ജയ്പൂർ കുർത്തി ഇത് പുതിയ വന്നോന്നല്ലോ. പക്ഷെ എനിക്ക് വേണ്ടുന്ന സാധനമൊന്നുമില്ല. എനിക്ക് കുർത്തീസ് ഒന്നും അല്ല നോക്കേണ്ടത്. ഞാൻ ഡ്രസ്സ് 1 പീസ് ഡ്രസ്സാണ് നോക്കുന്നത്. അതൊന്നും എനിക്ക് അതിൻ്റെ അകത്ത് കിട്ടിയിട്ടില്ല. ഇത് പുതിയ ഷോപ്പ് അല്ലേ, ഫ്രയ. അതെ, HP വേൾഡിന്റെ ഷോറൂം ഉണ്ട്. CG ഫോൺസ്, ഇത് മഹീന്ദ്രന്റെ കേട്ടോ. ഇത് ഫസ്റ്റ് ക്രൈ. ഇവിടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനവും ഇവിടെ കിട്ടും. സാധനം മാത്രമല്ല, എല്ലാ ആക്സറീസും എല്ലാം കിട്ടും. സലൂൺ,
എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. നമുക്കൊന്ന് തേർഡ് ഫ്ലോറിൽ ഫുഡെല്ലാം ഒന്ന് നോക്കിട്ട് വരാം. കുറേ ആയി ഫുഡെല്ലാം ഒന്ന് കഴിക്കണ്ട, പക്ഷെ ജസ്റ്റ് ഒന്ന് പുതിയ കുറെ തുടങ്ങിയിട്ടുണ്ടല്ലേ അതെല്ലാം ഒന്ന് നോക്കിട്ടല്ലോ. ഗാർഡൻ ടൈപ്പ് എല്ലാം ആക്കിയിട്ടുണ്ട്, നോക്കിട്ടൊന്ന് പെട്ടെന്ന് ഇറങ്ങാം. ഇത് നമ്മുടെ PVR ആണ്. PVRലാണ് നമ്മൾ മലയാളം മൂവീസ് എല്ലാം വന്നാൽ കാണാൻ വരുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ മലയാളം മൂവിയൊന്നും ഇല്ല. ഇനി ഓണത്തിന് മോഹൻലാലിന്റെ പുതിയ മൂവിയെല്ലാം വരും. എന്തേനും മോഹൻലാലിന്റെ പുതിയ മൂവിന്റെ പേരെന്തേനും അറിയില്ല, ഏതാണ് പുതിയ ഫിലിം എല്ലാം വരുന്നുണ്ട്. ഫുഡ് കോർട്ട് ഫുള്ള്. കുറെ കാലായില്ല ശരിക്കും നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് ഇടുന്നല്ലോ. ആ വീട്ടിൽ പോവാ. മതി. അർബണ്ടൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റിയല്ല. നമുക്കിടെ വരണം ദിവസം കുറെ കാലായി. ഇതാണിപ്പോ ഫോർത്ത് ഫ്ലോറിൽ പുതിയ തുടങ്ങിയത്. ഇവിടെ വീഡിയോ എല്ലാം ഇവിടെ എല്ലാം നൂറ് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ അധികം എടുത്തിട്ട്. പ്ലേയും ഉണ്ട് അല്ലേ, ഹോട്ടലും ഗാർഡൻസ് പോലെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അടിപൊളി. മൊബൈൽസ് ഇവിടെ വരാം മുകളില്.
ലാസ്റ്റ് നമുക്ക് വിശക്കുന്നുണ്ട്. ഫുഡ് കോർട്ടിലൊന്നും പോയിട്ടൊന്നും വാങ്ങിയിട്ടും കഴിച്ചിട്ടൊന്നുമില്ല. ഫുഡെല്ലാം കണ്ടിട്ട് നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. ഞാൻ ചോറും ഒരു ഉപ്പേരി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. മീൻകാരൻ ആടെ വരും. ഇപ്പോൾ പോയിട്ട് വേണം മീൻ കറിയും എല്ലാം ഉണ്ടാക്കാൻ. നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. എനക്ക് ഇവിടുത്തെ ഫുഡൊന്നും പറ്റൂലേ. നമുക്ക് നേരെ നല്ല നാടൻ മീൻകറിയും ചോറും പൊരിച്ചതും പപ്പടവും അതേ നമുക്ക് കിടക്കും. അല്ലേ നിങ്ങൾക്ക് അപ്പോൾ ഹോട്ടലിലെ ഫുഡ് ഇഷ്ടം? നിങ്ങൾക്ക് വീട്ടിലത്തെ ഫുഡ് തന്നെയല്ലേ ഇഷ്ടം? നിങ്ങൾ എവിടെയാ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ 10 കുറ്റം ഉണ്ടാവും. ഈ ദിനൽ രാംദാസിന്റെ അപ്പുറമില്ലേ മാളിൽ വന്നിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2-3 നടക്കുന്നപ്പോഴേക്ക് എനിക്ക് കാലുവേനയാന്നേ, എനിക്ക് കാലുവേനയാന്നേ. ഒരു ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത മനുഷ്യ. 2:30 മണി വരെ ഒന്നും വാങ്ങിയിട്ടില്ല. എല്ലാ ഷോപ്പിലും കയറുവേ, എന്നിട്ട് പറയും ഓക്കെ എന്നാ പാപ്പുവാ, ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്നാ പാപ്പുവാ, ഇതാന്ന് പറയാ. എനിക്ക് വേണ്ടുന്ന സാധനം ഒന്നും അവിടെ കിട്ടിയിട്ടുമില്ല. ഡിസ്കൗണ്ടില് ഇപ്പൊ ഡിസ്കൗണ്ട് ടൈം ആയതുകൊണ്ട് അത് ഷോർട്ട് കട്ട് എടുക്കാൻ നോക്കി. പഴയ സാധനമല്ല, എനിക്കെന്തോ ഞമ്മക്കൊരു ഇഷ്ടപ്പെട്ട ലോങ് എനിക്ക് ഇഷ്ടമല്ല, ഷോർട്ട് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഒരു ദിവാലി ആയി കഴിഞ്ഞാൽ സ്റ്റോക്ക് എല്ലാം വരും. ഗണപതി ആകുമ്പോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. വെറുതെ സമയം വേസ്റ്റ് ആയി. എത്ര ഷോപ്പിൽ കയറി, എല്ലാ ഷോപ്പിലും. പക്ഷെ കുറച്ച് സമയം എടുത്ത് നോക്കണം. കാലും വേനയാന്ന്, വിശക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് പോവാം. ഇനി ഓൺലൈനിൽ കയറി സെർച്ച് ചെയ്ത് നോക്കാം. നല്ല തിരക്കുണ്ടാവും. ഇപ്പൊ തന്നെ നല്ല തിരക്കാണ്. ഫുഡ് മോളിലൊന്നും ഒരു സീറ്റ് തരാൻ ഫുൾ ഫുഡ് മോള് അത് എപ്പം വന്നാലും അങ്ങനെ തന്നെ ഫുൾ തിരക്കാണ്. ബാർബിക്യൂ നേഷനിൽ കയറണം എന്ന് വിചാരിച്ചത് കുറെ കാലം. ഇനി ഒരു ദിവസം പോണം. അങ്ങനെ നമ്മള് തിരിച്ച് നമ്മളെ റിവേരയില് എത്തി. നമ്മളെ മീൻകാരൻ നമ്മളെയും കാത്തിട്ട് താഴെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോണ് വന്നിട്ടുണ്ട്. ഈ 2 പുള്ളികളാ തോന്നി മീനും കൊണ്ട് വന്നത്. സ്വതവേ വരുന്നോന്നല്ല, ഓറല്ല ഗൈസ്, വെറുതെ സംശയിച്ചു ഓറാണ്. അത് കറുപ്പേ എന്നാ കറി? അയക്കോറക്കറി. നമ്മളിപ്പോൾ കസബല്ല ഗോൾഡിൽ ശൈലേജ് ചേച്ചി, രാജേഷ് ചേട്ടൻ ഫാമിലിനെ കൂട്ടിയിട്ട് നേരെ ഫുഡ് നൈറ്റ് ഡിന്നർ കഴിക്കാൻ. എവിടെയാ പോകുന്ന ഫുഡ് കഴിക്കാൻ? നമുക്ക് പുറത്തു പോകണോ അല്ലെങ്കിൽ മാളിൽ തന്നെ പോകണം? മാളിൽ തന്നെ പോയാൽ മതി, കാരണം പുറത്തെല്ലാം ബ്ലോക്ക്, ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. അപ്പം മാളിൽ നമുക്ക് അർബൻ തടുക്കൽ പോവാം. പിന്നെ ശൈലേജ് ചേച്ചിയെല്ലാം UK നിന്ന് വന്നതാണ്. ഫ്രണ്ടല്ല, ഒരു സിസ്റ്റർ ബ്രദർ ആ ഒരു ഫീലാണ് അവരാ. അപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു മറ്റന്നാളെ പോവാണെന്ന്. കുറേ ദിവസമായിട്ട് അവരും ബിസി, ഞാനും ബിസി. അങ്ങനെ മറ്റന്നാളെ പോകുന്നത് കൊണ്ട് ഇന്ന് നൈറ്റ് ഡിന്നർ അവരെ കൂടെ. അപ്പൊ അവരും പറഞ്ഞ് 10 പണ്ടാപ്പുറത്ത് ബിസി ആയിരിക്കും, റോഡെല്ലാം ഫുൾ ബ്ലോക്ക് ആയിരിക്കും, അതിനും നല്ലത് നമുക്ക് അർബൻ തടുക്കേ തന്നെ പോവാം മാളിൻ്റെ ഉള്ളിൽ, അതാകുമ്പം കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മള് മാളിൽ തന്നെ പോവാൻ തീരുമാനിച്ചു. നിങ്ങള് കുടിക്കേണ്ടി വരും.
സ്റ്റാർട്ടേഴ്സ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ ദം ബിരിയാണി ഓർഡർ ചെയ്തത്. ലുക്ക് വൈസ് എല്ലാം അടിപൊളിയാണ്. ചട്ടിയില കൊണ്ടുവന്ന് ദമ്മിട്ടിട്ട്. അടിപൊളി ദമ്മെല്ലാം ഇട്ട് ചട്ടിയിൽ ചട്ടി കിട്ടോളി വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടുമോ? അതൊന്നും തരുമൊന്നുമില്ല. എന്താ നമ്മള് ഇതടക്കല്ലേ പൈസ വാങ്ങുന്നവർ? അതൊന്നും തരുമൊന്നുമില്ല. അതൊന്നും വിചാരിച്ചു കേൾക്കണ്ട. നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്ത്, കുട്ടികൾ നാനും ചിക്കൻ ഗ്രേവി എല്ലാം ഓർഡർ ചെയ്തത്. സ്റ്റാർട്ടേഴ്സും ബിരിയാണി എല്ലാം അടിപൊളിയാ. എന്താ വെച്ചാല് അധികം ഓയിലി ഒന്നുമല്ല അല്ലേ? നല്ല സ്വതവേ ഇതിനെല്ലാം പുറത്തുള്ള ഭക്ഷണം അത്ര ഇഷ്ടമല്ല. പക്ഷെ ഈ ഭക്ഷണം നല്ലോണം കഴിച്ചത് ഞാൻ. എന്നാ പിന്നെ ഓക്കെ. എവിടെ നിങ്ങള് യുഎസില്? യുകെയില് ലീഡ്സിലാണ്. യുകെയില് ലീഡ്സില്. സ്ഥലം മാറിപ്പോയി. ഓക്കെ, നമ്മളങ്ങോട്ട് വരാം കേട്ടോ. തീർച്ചയായിട്ടും ഓക്കെ, ഒക്ടോബറിൽ വരിക. ഒക്ടോബറിൽ നിങ്ങളെ വീട്ടിൽ കൂടെ ഹൗസ് വാമിങ്ങിന് നമ്മൾ ലീഡ്സിൽ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ശൈല ചേച്ചി രാജേട്ടനൊക്കെ വീട്ടിലിറക്കി ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നു. ഇപ്പൊ രാത്രി ലേറ്റായി, 11:30 ആവാനായി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം. പ്ലീസ് സബ്സ്ക്രൈബ്, കമന്റ്, ഷെയർ ആൻഡ് ലൈക്ക്.